ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അടിപൊളി പാവ് ഭാജിയുടെ റെസിപ്പിയാണ് കേട്ടോ. മുറിച്ച ഒരു പീസ് പാവിലേക്ക് ഇതെല്ലാം കൂടി വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു രുചിയുണ്ടല്ലോ, വേറെ ലെവലാണ്. എന്തായാലും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി പാവ് ഭാജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും കൂടി കുക്കറിലേക്ക് ഇട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഉപ്പ് മാത്രമായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണയും ബട്ടറും ഇട്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവോള അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം മിക്സിയിലടിച്ചൊരു തക്കാളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ പാവ് ഭാജിയുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 2.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ ഒന്ന് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് പയ്യൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് നെടുവേ കീറിയിട്ടുള്ള നമ്മുടെ ബണ്ണ് വെച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബൈ.